അപ്പോൾ ഫ്രണ്ട്സ് പഠിക്കാം നമുക്ക് അല്ലേ, തുടങ്ങാം അല്ലേ. 1857 വിപ്ലവം, അതായത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മി ബായിയാണ്. റാണി ലക്ഷ്മി ബായിയുടെ യഥാർത്ഥ നാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണികർണിക മനു ബായി എന്നാണ്. അതായത് ഝാൻസിയിലെ രാജ ഗംഗാധർ റാവുവിന്റെ രാജ്ഞിയാണ് റാണി ലക്ഷ്മി ബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് റാണി ലക്ഷ്മി ബായി 1857 വിപ്ലവത്തിൽ ഉൾപ്പെടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രിട്ടീഷുകാർ 1848 ദത്താവകാശ നിരോധന നിയമപ്രകാരം ഝാൻസിയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ഇതാണ് ബ്രിട്ടീഷുകാരും ഝാൻസി റാണിയും തമ്മിൽ യുദ്ധത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 1858 ജൂൺ 18 ഹ്യൂ ക്രോസ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാൽ ഗ്വാളിയാറിൽ വെച്ചിട്ട് നമ്മുടെ റാണി ലക്ഷ്മിബായിയെ വധിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം റാണി ലക്ഷ്മിബായിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതുപോലെ നമ്മുടെ ജവഹർലാൽ നെഹ്റു വിശ്വചരിത്രാവലോകനം എന്ന കൃതിയിൽ റാണി ലക്ഷ്മിബായിയെ കുറിച്ചിട്ട് വിശേഷിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനായിട്ടുള്ള ബിന്ദു എന്നാണ്. അപ്പൊ ഈ യുദ്ധസമയത്ത് അല്ലെങ്കിൽ റാണി ലക്ഷ്മിബായിയുടെ പ്രധാനപ്പെട്ട കുതിരകളാണ് ബാദൽ, സാരംഗി, പവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ യുദ്ധസമയത്ത് 1857 വിപ്ലവ സമയത്ത് നമ്മുടെ റാണി ലക്ഷ്മിബായി ഉപയോഗിച്ച കുതിരയുടെ പേരാണ് ബാദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഈ ഒരു 1857 റിവോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമുക്ക് തന്നെ പാർട്ട് 1, 2, 3, 4, 5 അങ്ങനെയായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ PSC എക്സാമിന് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഝാൻസിയിൽ ആരാണ് 1857 വിപ്ലവ സമയത്ത് നേതൃത്വം നൽകിയെന്ന് ചോദിക്കാം. അതുപോലെ നമ്മുടെ ഝാൻസി റാണിയായിട്ടുള്ള റാണി ലക്ഷ്മിബായിയുടെ പ്രധാനപ്പെട്ട കുതിര ഏതാണെന്ന് ചോദിക്കാം. പിന്നെ ഹ്യൂ ക്രോസും നമ്മുടെ ജവഹർലാൽ നെഹ്റു ഒക്കെ ഝാൻസി റാണിയെ കുറിച്ച് വിശേഷിപ്പിച്ചത് അതൊക്കെ ചോദിക്കാം. ഓക്കെ, കുറച്ച് പോയിന്റ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യമുണ്ട്, ഇത് 1857 വിപ്ലവത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, എന്താണ് 1848 ദത്താവകാശ നിരോധന നിയമം, 1854 പോസ്റ്റ് ഓഫീസ് നിയമം, 1856 വിധവാ പുനർവിവാഹവും, 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് പ്രകാരം നമ്മുടെ ഇന്ത്യൻ സൈനികർക്ക് എന്താണ് യുദ്ധം ചെയ്യുന്നതിനായിട്ട് കടൽ കടന്നു പോകേണ്ടതായിട്ടൊക്കെ വന്നു അല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മൃഗക്കൊഴുപ്പിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ അനുപാതങ്ങളൊക്കെ സൈനികരും ബ്രിട്ടീഷ് സൈനികരും തമ്മിലുള്ള അനുപാതമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് A to Z വരെ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് കെയർ ചെയ്തിട്ട് എല്ലാവരും നന്നായി പഠിക്കാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ താമസിക്കുന്നത് ഹൈ റേഞ്ച് ഏരിയയിലാണ് കുറച്ച്. അപ്പൊ ഈ നമ്മൾ ഇടുക്കിയിൽ മൂന്നാറിലേക്കൊക്കെ പോവില്ലേ, കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ആ ഒരു സിറ്റുവേഷനാണ് എൻ്റെ ഇവിടുത്തെ നവംബർ ഡിസംബർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് കോവിഡ് വന്നത് കൊണ്ട് നല്ല ശ്വാസമുട്ടും വലിവൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മുടെ PSCയെ ബാധിക്കില്ല, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്ത് കേൾക്കുന്നവരാകുമ്പോൾ എല്ലാം നന്നായിട്ട് വോയിസ് കേൾക്കാൻ പറ്റിയത്, ഞാൻ ബ്രീത്ത് വലിക്കുന്നോ എടുക്കുന്നതൊക്കെ. അപ്പം അതൊന്നും നിങ്ങൾ പരിഗണിക്കേ വേണ്ട കേട്ടോ. നമുക്ക് ആകെ ഒരു ലക്ഷ്യം എന്താണ്, പഠിക്കുക പഠിക്കുക പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എന്നാൽ കഴിയുന്ന GKയുടെ പോർഷൻസ്, എൻ്റെ ശബ്ദം പോയില്ലെങ്കിൽ എനിക്ക് ആകെ ഒരു പ്രശ്നം വരുന്നത് വോയിസ് ഇതാണ്, വേറെ ഒന്നും എനിക്ക് വിഷയമേ അല്ല. ഉറപ്പായിട്ടും GKയുടെ പോർഷൻസ് റാങ്ക് ഫയൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ശരി, എന്നാൽ ഓക്കെ.